2024 വർഷത്തിലെ രണ്ടാമത്തെ ദിലീപ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ പവി കെയർ ടേക്കർ. വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത് ഡീസന്റ് കളക്ഷൻ നേടിയെടുത്ത് തിയേറ്ററുകൾ വിടാനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണല്ലോ പവി കെയർ ടേക്കർ. ഏപ്രിൽ 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ രണ്ട് ഞായറാഴ്ചകളിൽ ഇതുപോലെ മികച്ചൊരു കളക്ഷൻ വർധന മൂന്നാമത്തെ ഞായറാഴ്ചയും സിനിമ കേരളത്തിൽ നേടിയെടുത്തിരിക്കുകയാണ്. വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തി ഫാമിലി കോമഡി എന്റർടൈനർ സിനിമ ഇന്നലെ ശനിയാഴ്ച ഇതേ സമയം 9 ലക്ഷത്തിന് മുകളിലായിരുന്നെങ്കിൽ ഇന്നിപ്പോഴത്തെ ഞായറാഴ്ച 16 ലക്ഷത്തിന് മുകളിലേക്ക് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സിനിമയ്ക്ക് ഇന്ന് കേരളത്തിൽ 25 ലക്ഷമല്ല 30 ലക്ഷത്തിന് മുകളിലെ ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമയുടെ കേരള ഗ്രോസ് 8 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ 3.5 കോടി രൂപയ്ക്ക് മുകളിൽ കേരളത്തിൽ ഷെയർ കളക്ഷൻ നേടിയെടുത്ത സിനിമ ഉടനെ 4 കോടി രൂപയ്ക്ക് മുകളിൽ ഷെയർ കളക്ഷൻ നേടിയെടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. 10 കോടിയിൽ താഴെ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയുടെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കണക്കുകൾ പ്രകാരം 12 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ കടന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ തിങ്കളാഴ്ച ഒരുപക്ഷെ സിനിമയുടെ അടുത്ത വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ആകപ്പെടുന്നതാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ട്രാക്കസ് പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ തിയേറ്ററുകളുടെ ഡിസാസ്റ്റർ സ്റ്റാറ്റസുമല്ല ഫ്ലോപ്പ് സ്റ്റാറ്റസുമല്ല നിലവിൽ ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. ഈ ആഴ്ച പുതിയ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നതോടെ ഏകദേശം ഫൈനൽ റണ്ണിലേക്ക് സിനിമ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിക്കൂ കൂടുതൽ പവി വാർത്തകൾക്ക്.